ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഹാഷ് ബ്രൗൺ ആണ്. ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്കുണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്നിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ കളറ് നമുക്ക് ഒരു ബ്രൗൺ കളറായി മാറും. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു കിച്ചൺ ടവലെടുക്കാം. അതിലേക്ക് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിനകത്ത് വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിൽ വെച്ച് വേണമെങ്കിലും അരിപ്പയിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഈസി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനകത്തുനിന്ന് വെള്ളം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്കിത് എടുക്കണം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് നമുക്കതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് സമയത്തേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിനകത്ത് അല്പമെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. 2-3 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളമൊക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ചീസാണ്. ഏത് ചീസ് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത്, ഏത് അവൈലബിൾ ആണോ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1/2 കപ്പ് ചീസും കൂടി നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ കയ്യിലെടുത്ത് ഉരുളകളായിട്ട് ഇതുപോലെ നമുക്ക് കയ്യിലെടുത്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതുപോലെ ഇങ്ങനെയൊന്ന് നീളത്തിലൊന്ന് ഷേപ്പ് കൊടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാം. ഹാഷ് ബ്രൗണിൻ്റെ നമുക്ക് മാർക്കറ്റിലൊക്കെ അല്ലെങ്കിൽ കടകളിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ ഹാഷ് ബ്രൗൺ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിലും. ഇത് കൂടുതലും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ സോസേജസ് അല്ലെങ്കിൽ എഗ് ഹാഫ് ഫ്രൈഡ്, അതുപോലെ സാൻഡ്വിച്ചസ്, അതുപോലുള്ള ഐറ്റംസൊക്കെ അവരിതിന് യൂസ് ചെയ്യുന്നതാണ്. നമുക്കിത് സ്നാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതേതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ചീസ് നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഒരു എഗ് വൈറ്റും കൂടെ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് നമുക്ക് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ബൈൻഡാക്കി എടുക്കാൻ പറ്റും. കൂടുതലും ചീസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ബൈൻഡ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള ചേർത്താലും മതിയാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ഞാനിവിടെ 3-4 ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹാഷ് ബ്രൗൺ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഒത്തിരി നമ്മൾ ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ക്രൗഡാകും. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾ 3-4 നിങ്ങളുടെ പാനിൽ കൊള്ളുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഒരു 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതുക്കെ നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ലൈറ്റ് ഗോൾഡൻ ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ വശവും അതുപോലെ ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിതെടുക്കണം. ഇപ്പം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലൊന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും മിച്ചം വന്നിരിക്കുന്നത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിലയേറിയതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.